ഒന്നുമില്ല. വെള്ളം എപ്പ എത്തും രാഹുലേട്ടാ? ഒരു പിടിയില്ല മോളെ. എന്തൊരു കഷ്ടം ഇത്. ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ച ഫ്ലാറ്റിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? ആരും വിശ്വസിക്കില്ല. രാഹുലേട്ടൻ എന്താ ഒരു ടെൻഷൻ? അത് ഈ വെള്ളം ഇല്ലാത്തന്റെ. ഓ എന്തൊരു ടെൻഷനാ. അല്ല ചോദിക്കാൻ മറന്നു, ഇന്നലത്തെ ബെസ്റ്റ് കപ്പിൾ ആരായിരുന്നു? അയ്യോ അത് ഞാൻ പറയാനോങ്ങും മറന്നുപോയി. ഈ ലാഫിംഗ് അപ്പാർട്ട്മെന്റിലെ മാതൃകാ ദമ്പതികൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് രാഹുൽ മേനോൻ. എന്താ മീര? ഈ പൊട്ടേതാ രാഹുലേട്ടാ? നോക്കട്ടെ. ഈ പൊട്ട് നിന്റെ പൊട്ട്, ഞാൻ വാങ്ങിത്തന്ന ആ പൊട്ട്. രാഹുലേട്ടനോ പൊട്ട് വാങ്ങി തരാനോ? അങ്ങനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അല്ല ഇത് എന്റെ പൊട്ടല്ല. എന്താ മീര ഇത്? നിന്റെ പൊട്ടല്ലാതെ പിന്നെ ഇത് ആരുടെ പൊട്ട്? ഞാൻ പൊട്ട് തൊടില്ലല്ലോ. പുറത്തുനിന്ന് വരുന്ന ഒരാളെ നമ്മൾ ഈ റൂമിലോട്ട് കേറ്റാറില്ല. പിന്നെ ഇത് ആരുടെ പൊട്ടാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ചിലപ്പോ നീ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ പൊട്ടില്ലാത്തോണ്ട് കൂട്ടുകാരുടെ നിന്ന് മേടിച്ചായിരിക്കും. അതായിരിക്കും കറക്റ്റ്. സൂക്ഷിക്കണം കേട്ടോ മോളെ. ഈ ഇടയായിട്ട് നിനക്ക് നല്ല മറവിയുണ്ട്. ഈ പൊട്ട് 2 ദിവസമായിട്ട് ഈ കണ്ണാടി തന്നെ ഇരിപ്പുണ്ട്. സത്യമായിട്ടും ഉണ്ട്. എന്താ ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട്? ഉണ്ടല്ലോ. ആടെ നീ ഒരു പെണ്ണാണല്ലോ, നിനക്കൊരു സുഗന്ധമുണ്ടല്ലോ. എന്റെ ഗന്ധ സുഗന്ധമൊക്കെ അവിടെ നിക്കട്ടെ. ഈ മണത്ത് പിടിക്കാൻ നീ ആരാ? പോലീസ് നായോ? എന്താ ഇതാരുടെ ഷോള്? സാറയുടെ. സാറയുടെയോ? ഏത് സാറാ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സാറാ. ഏത് സാറാ? എവിടുത്തെ സാറാ? ഞാനൊന്നും സാറാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മീരയുടെ, അതായത് നിന്റെ ഷാളാണ് ഇത്. ഇല്ല, എനിക്ക് ഇങ്ങനെ ഷോൾ ഇല്ല. എന്നാ ചിലപ്പോ മേളത്തെ ഫ്ലാറ്റിൽ നിന്ന് പറന്നു വന്നിട്ട് നമ്മുടെ ഫ്ലാറ്റ് വന്ന് വീണതായിരിക്കാം. ഇന്നാളങ്ങനെ ഒരു കർച്ചീഫ് കാണപ്പോ നീയാണല്ലോ തിരിച്ചോണ്ട് കൊടുത്തത്. എന്റെ പൊന്നു മീര, നീ അവിടെ ഇരുന്നേ. നീ എന്നെ ഇങ്ങനെ അവിശ്വസിക്കരുതേ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ മാതൃകാ ദമ്പതികളല്ലേ മോളെ? നോക്കിയേ, നിന്റെ ഷാള് തന്നെ ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലോ? ബാക്കി ചടങ്ങുകൾ നടത്താൻ നോക്കും മനുഷ്യ. തങ്കം, വെള്ളമില്ലാതെ എങ്ങനെയാ? ഇന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇതിനിങ്ങനെ വെച്ചോണ്ടിരിക്കാനാ നിങ്ങളുടെ പരിപാടി? ദേ കിടന്ന് കിടന്ന് സാധനം ചെയ്യുവേ. അപ്പാവിടെ ആത്മാവ് മുറിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽപ്പുണ്ട്. നീര് കൊടുത്താലേ അത് സ്വർഗത്തിൽ പോകും. എന്നിട്ട് വേണം ഇറക്കി കിടത്താൻ തങ്കം. ആത്മാവ് മണ്ണാൻ കെട്ട. ധൃതി കൂട്ടാതെ തങ്കം. നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കണം. നാളെ നമുക്കും അങ്ങോട്ട് ചെല്ലാനുള്ളതാ. അവിടെ ചെല്ലുമ്പോ അപ്പ ചോദിക്കില്ലേ, എന്ത് വെള്ളം തരാതെ എന്നെ ഇവിടെ ഇട്ട് ഇങ്ങനെ വട്ടം കറക്കിയത് എന്തിനാണെന്ന്? അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയും തങ്കം? നിങ്ങൾ ഇവിടുന്ന് മറുപടി ആലോചിച്ചോണ്ടിരുന്നു. ഞാനേ എന്റെ പാട്ടിന് പോവുക. പോകുമ്പോ മൊന്ത കൂടി എടുത്തോ. ഉവ്വ, മൊന്ത മാത്രാക്കുന്ന എന്തിനാ? ചട്ടി, കലോ, ബക്കറ്റും കിണ്ടിയും ഒക്കെ കൊണ്ടുപോവാ. അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, സന്തോഷാകത്തേ ഉള്ളൂ. ആത്മാനെ എയർ ടിക്കറ്റ് എടുത്ത് പറഞ്ഞു വിടാനുള്ളതല്ലേ. നീ ആക്കണതല്ലോ. എന്റെ ദൈവമേ, ജീവിച്ചിരുന്നപ്പോ ഇങ്ങനെ മനസമാധാനം തന്നിട്ടില്ല. ചത്തു കഴിഞ്ഞിട്ടും അത് തന്നെയാണല്ലോ അവസ്ഥ. എന്തായാലും നിങ്ങൾ ഈ ശവം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. ഞാനേ എന്റെ പാട്ടിന് പോവുക. അല്ല പിന്നെ അപ്പാ, വേറെ നിവൃത്തിയില്ലേ? ഗംഗാജലമാണെന്ന് വിചാരിച്ച ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. നിന്റെ ഫോൺ ബെല്ലടിച്ചു, ഞാൻ നോക്കാൻ വന്നാ. ഒന്നും പറ്റിയില്ലല്ലോ. പറ്റിയേനെ. ഹലോ, എന്താ സുഗന്ധി? ഞാൻ ഉറക്കത്തിലായിരുന്നു. കൊണ്ടുവരാം. ഉറങ്ങിക്കോ. ഇങ്ങോട്ടിറങ്ങടി. ഇത് നമ്മുടെ സാറാ. സാറാ എന്താ ഈ വഴിക്ക്? ഏത് സാറാ?
ഇത് സാറാ, ദേ, എന്റെ പഴയൊരു ഫ്രണ്ടാ. ഈ വഴിക്ക് ഇപ്പൊ വെറുതെ ഒന്ന് കയറിയതാ. ഇന്ന് ഹർത്താലല്ലേ? പഴയ ഫ്രണ്ടിനെ അലമാരിക്കത്ത് ഏറ്റാണ് ഒളിപ്പിച്ച് വെക്കുന്നത്. മീര, പ്ലീസ്, പതുക്കെ. പതുക്കെയോ? എല്ലാരും കേക്കട്ടെ. മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡ് വാങ്ങിച്ച രാഹുൽ മേനോൻ തനിനിറ എല്ലാരും അറിയട്ടെ. സത്യം പറയടി, നീ എപ്പോഴാണ് വലിയ കയറിയത്? രാവിലെ. രാത്രിയില്? അല്ല, അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. രാത്രിയില കയറിയത്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഫോണിൽ കൂടെ കുറെ വിളിച്ചിട്ടുണ്ടെന്നാലും ആദ്യമായിട്ടാണ് നേരിട്ട്. അതെ അതെ മോളെ മീര, സത്യമായിട്ടും എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. അവളെ പോയിക്കോട്ടെ, എന്നോട് ക്ഷമിക്കണം. കണ്ണി കണ്ണുള്ളമാരിലെ വീട്ടിനകത്ത് വലിച്ചു കേട്ട് കയ്യാപത്തം പറ്റിയതാണ്. ഇങ്ങോട്ട് പാടി. മീര, എന്റെ ഭഗവാനെ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇറങ്ങ പോ. പോടി. എന്നാ കോപ്പ് കാണാൻ വന്ന് നിൽക്കുക? വാ. അവിഹിതം ഭാര്യ കയ്യോടെ പിടികൂടി. ടൗണിലെ സുധാകരന്റെ ഫ്ലാറ്റ് എന്ന് കേട്ടപ്പോ വലിയ സംഭവം എന്നാ വിചാരിച്ച്. ഇതിപ്പോ കനാലുമേരിയുടെ വീട് പോലെ ആയി. കനാലുമേരിയോ? അതാരാ? നിന്റെ ഈ പ്രായത്തില് നീ കനാലുമേരി അറിയണ്ട. സാറേ, എല്ലാ കള്ളക്കളിയുടെ അവസാനം ഇങ്ങനെയാ. പിടിക്കപ്പെടുമെന്നൊരു ഉറപ്പോടു കൂടി വേണം നമ്മൾ ഓരോ അടിയും വെക്കാൻ. പിടിക്കപ്പെട്ട് കഴിഞ്ഞാലോ നേരെ കീഴടങ്ങാം. വെറും കീഴടങ്ങലല്ല, സർവ്വ അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ച് അവളുടെ കാലിലേക്ക് വീണ് പട്ടികരകലം കരയുക. ഏറ്റുപറച്ചില് ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങളുടെ മനസ്സൊക്കെ അലിയും. പക്ഷെ ഇവളങ്ങനെ അലിയൊന്നും തോന്നുന്നില്ല. പെണ്ണാണോ അലിഞ്ഞിരിക്കും. ദൈവം തമ്പുരാന്റെ സൃഷ്ടി അങ്ങനെയാ സാറേ. പക്ഷെ ഇവളുടെ സൃഷ്ടിയിൽ ദൈവത്തിന് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒന്നിച്ച പറഞ്ഞല്ലേ? ഏ? അല്ല, അടിയിൽ ഫ്ലാറ്റ് ഒന്ന് കുലുങ്ങിയോന്നൊരു സംശയം. എന്നാലും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് ഇങ്ങനെ തല്ലാൻ പറ്റുമോ? പറ്റില്ലെന്നായിരുന്നു ഞാനും വിചാരിച്ചത്. പക്ഷെ ഇന്ന് ആ ധാരണ മാറി. ഓ, പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തല്ലാൻ പറ്റുമോ? അവർക്ക് മുമ്പ് നമ്മൾ ഒന്നുമല്ല കേട്ടോ. അല്ല, ഇനിയിപ്പോ അവള് കോംപ്രമൈസിന് തയ്യാറായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതെന്ത് പറ്റി? അല്ല, ഈ ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവളുടെ പേരില്ല. ഇതാണ് സകല ഭർത്താക്കന്മാർക്ക് പറ്റുന്ന അബദ്ധം. ഭാര്യയോട് സ്നേഹം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്വത്തുക്കൾ അവരുടെ പേരിൽ എഴുതി വെക്കും. എന്നിട്ട് ഇതുപോലൊരു പ്രശ്നം വരുമ്പോഴാണ് ചെയ്തു പോയത് മണ്ടത്തരമായല്ലോ എന്ന് ആലോചിക്കും. പിന്നെ എന്തെങ്കിലും തിരിച്ചു കിട്ടാനാണെങ്കിലോ പട്ടി നടക്കണ പോലെ അവരുടെ പുറകെ നടക്കണം. ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ടെന്നേ സാറേ. ഈ സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് പ്രകടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ പറ്റും. ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. ഒന്നില്ലെങ്കിൽ കാല് പിടിക്കുക, അല്ലെങ്കിൽ തന്റെ ഇടത്തോടെ ഭാര്യയ്ക്ക് രാജി സമർപ്പിച്ച പടിയിറങ്ങുക. തന്റെ ഇടം ഇത്തിരി കുറവാ. എങ്കിൽ കാല് തന്നെ ശരണം. അപ്പൊ പിടിക്കല്ലേ? പിന്നെ അല്ലാതെ പലവട്ടം തലോടുകയും പിടിക്കുകയൊക്കെ ചെയ്ത കാലുകളല്ലേ. ഇതും അങ്ങനെയൊക്കെ തന്നെയാണെന്നും കരുതിയാൽ മതി. പിന്നെ വാതിൽ അടച്ചേക്കണം. അതെ, എനിക്ക് പോയിട്ട് ധൃതിയുണ്ടേ. രാത്രിയത്തെ ഫ്ലൈറ്റിന് അവന് പോണ്ടതാ. ഭക്ഷണം കഴിക്കാനെങ്കിലേ. നിങ്ങളെന്താ ഭക്ഷണം ഇല്ലാത്ത നാട്ടിൽ നിന്നാണോ വരുന്നത്? നിങ്ങളെക്കാൾ 3 മണിക്കൂർ നേരത്തെ വന്നതാ ഞങ്ങള്. എന്നിട്ട് ഇതേവരെ പച്ച വെള്ളം പോലും അവൻ തന്നിട്ടില്ല. അതെ, ഈ കാറിനൊരു കുറെ നേരമായി ചൊറിയാൻ തുടങ്ങിയിട്ട്. ചൊറിച്ചിലുണ്ടെങ്കിൽ മാത്രം മാന്ത്. എന്റെ അമ്മാവ നടക്ക്. എന്നാ നീ ആ ഭക്ഷണക്കാരനൊന്ന് വിളി. ഞാൻ രാവിലെ ഒരു വിളിക്കുന്നതാണ്. ഒന്നുകൂടെ വിളി. ഹലോ സാറേ, ഫുഡ് വരില്ല കേട്ടോ. ഹർത്താലുകാര് ആ വണ്ടി തടഞ്ഞു. അവരാ ഫുഡ് എല്ലാം എടുത്ത് കഴിച്ചു. കേട്ടോ? എന്താണ്? എന്ത് പറ്റി? ഫുഡ് വരൂല എന്നാ? അനുഭവിച്ചു തുടങ്ങി. മുഹൂർത്തം തെറ്റി മോതിരം കൈമാറിയതിന് അനുഭവിച്ചു തുടങ്ങി. ഇനി എന്തൊക്കെ വരുവോ ആവോ. ഇതങ്ങോട്ട് പിടിക്ക. കല്യാണം ഗുദാവഹ.